ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കാൻ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 4 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് റീയൂണിയൻ്റെ കാർഡാണ് 4 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ ഇതൊരു വിഷ് കം ട്രൂ ആണ്. നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം സഫലമാകുന്നു, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ്. മോസ്റ്റ്ലി ഇതൊരു കല്യാണ നിശ്ചയമായിരിക്കാം, കല്യാണമായിരിക്കാം, അങ്ങനെ ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും. അപ്പോൾ അത് ആ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത രീതിയിലേക്ക് ഗ്രോ ചെയ്യുന്നു എന്നുള്ളതാണ് 4 ഓഫ് വാണ്ട്സ്. പിന്നെ നിങ്ങൾ വീട് വെക്കുകയാണെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ വീടിൻ്റെ കുറ്റിയടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് നടക്കാൻ സാധ്യതയുണ്ട്. കാരണം അതിനകത്ത് വീടിൻ്റെ പടമാണ് കാണാമല്ലോ. അപ്പോൾ വീടുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ സമയം നിശ്ചയിക്കുന്നതായിരിക്കാം, കുറ്റിയടിക്കുന്നതായിരിക്കാം, കട്ടില വെക്കുന്നതായിരിക്കാം, ചിലപ്പം കയറി താമസിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള വീടുമായി ബന്ധപ്പെട്ടുള്ള എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അതുപോലെ ഒരു വിഷ് കം ട്രൂവിൻ്റെ കൂടെ കാർഡാണ് 4 ഓഫ് വാണ്ട്സ്. അതുപോലെ നിങ്ങൾ വളരെ പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മേഖലയിൽ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും. ചിലപ്പോൾ അരങ്ങേറ്റം നടക്കുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ അതിലൊരു ഇപ്പോൾ ഒരു ശില്പമൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ കണ്ണ് പ്രത്യേകതയാണല്ലോ, അപ്പോൾ കണ്ണ് ഫിക്സ് ചെയ്യുന്നതായിരിക്കാം. ഫിക്സ് ചെയ്യാൻ മീൻസ് കണ്ണ് തുറക്കുന്നതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള എന്തോ ഒരു പ്രത്യേകത ഉള്ളൊരു ദിവസമാണ് നിങ്ങളെ സംബന്ധിച്ച്. അതായത് പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ, ഒരു പാഷനെ ചേസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ്, ഒരു നിങ്ങൾക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പാകത്തിനൊരു അച്ചീവ്മെൻറ്റ് കിട്ടുന്ന ദിവസം എന്നാണ് 4 ഓഫ് വാണ്ട്സ് പറയുന്നത്. പിന്നെ ഇത് സോൾമേറ്റ് റീയൂണിയൻ്റെ കാർഡാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഇതൊരു റീയൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനിയും നിങ്ങൾ വീട്ടിന് പുറത്തുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം വീട്ടിലേക്ക് തിരിച്ചെത്താനൊക്കെ സാധ്യതയുള്ള കാർഡാണ് ഈ 4 ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവും എന്നുള്ളതാണ്. മോസ്റ്റ്ലി ഈ 4 എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്. മാനിഫെസ്റ്റേഷൻസ് വർക്കാവും എന്നുള്ള കാർഡാണ് കേട്ടോ. അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ ലോൺ സാങ്ഷൻ ആവുന്നതായിരിക്കാം, വീട് എഴുതുന്നതായിരിക്കാം, നിങ്ങൾ സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച് വീട് ആധാരം എഴുതുന്നതായിരിക്കാം, വസ്തു വാങ്ങിച്ചിട്ട് വസ്തു പേരിൽ എഴുതുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം, എന്തോ ഒരു കാര്യം വീടുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഇത് വിഷ് കം ട്രൂ ആണ്, അതുകൊണ്ട് തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇതന്നെ മൂൺ എനർജിയാണ്. ചിലർക്കൊരു പേടിയുണ്ട്, ഒരു പേടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ഒരു മൂഡ് സ്വിങ്സിലൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പേടിയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് പേടി, എന്തിനെയാണ് പേടിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മൂൺ എനർജി വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് മൂൺ എനർജി വന്നിരിക്കുന്നത്? 7 ഓഫ് സോഡ്സും 8 ഓഫ് സോഡ്സും ഉണ്ട്. 7 ഓഫ് സോഡ്സും 8 ഓഫ് സോഡ്സും ഉണ്ട്. 7 ഓഫ് സോഡ്സ് നോക്കുന്നത് 8 ഓഫ് സോഡ്സിലേക്കാണ്. അപ്പോൾ പാസ്റ്റിലെ പറ്റിയിട്ടുള്ളൊരു ചതിയാണ്, പാസ്റ്റിൽ പറ്റിയിട്ടുള്ളൊരു ചതി. ഈ ആൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇയാളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ചിലപ്പോൾ ഇന്ന് ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന 2 ആളുകൾ, അതിൽ ഒരാൾ ഒരാക്ഷനും എടുക്കുന്നില്ല, കണ്ണ് കെട്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഇയാളാണ് ചതിച്ചിട്ട് പോയിട്ടുള്ളത്. ഇയാൾ ചതിച്ചിട്ട് പോവുകയും ചതി പറ്റിയ ആൾ ഇപ്പോൾ നിലവിൽ മിണ്ടാതിരിക്കുന്ന അവസ്ഥയാണ്. ഒരു റെസ്ട്രിക്റ്റഡ് ഫോമിലാണുള്ളതെങ്കിൽ ഇയാളെ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇയാൾ വീണ്ടും ഒരു ചതി ചെയ്യാനോ അല്ലെങ്കിൽ വീണ്ടും ഹേർട്ട് ചെയ്യാനോ സാധ്യതയുണ്ട്. ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഹ്യൂമിലിയേഷൻസ് ഒരുപക്ഷെ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. ഇതൊരു സോഷ്യൽ സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞ കാർഡാണ്. അതുപോലെ തന്നെ ഹീറോഫിൻ്റെ ബോട്ടം വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിരിക്കാനോ, അല്ലെങ്കിൽ ഇത് ഈ സോഷ്യൽ ഹൈറാർക്കി, അല്ലെങ്കിൽ ഈ ജോലിയിലുള്ള ഹൈറാർക്കി, അതൊക്കെ പറഞ്ഞിട്ടുള്ള വാഗ്വാദങ്ങൾ ഉണ്ടാവുക, അത്തരത്തിലുള്ള ഹ്യൂമിലിയേഷൻസ് ഉണ്ടാവുക, വഴക്കുണ്ടാവുക, ആ ഒരു കാർഡാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ മൂൺ എനർജി പേടിക്കുകയോ അല്ലെങ്കിൽ വേദനിക്കുകയോ വിഷമിക്കുകയോ മൂൺ ഡിപ്രഷനിലേക്ക് പോവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡായിട്ടാണ് കാണുന്നത്. പാസ്റ്റിൽ ചതിക്കുകയും ചതിക്കപ്പെടുകയും ചെയ്ത ആളുകൾ വീണ്ടും മുഖാമുഖം കാണുകയോ അവർ തമ്മിൽ വാഗ്വാദം ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളൊരു കാർഡായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു എനർജി കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു മൂൺ എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, ഒരു ഡിപ്രഷൻ ഫേസിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ,
അതാണ് മൂഡ് എനർജി വരുന്നത് കേട്ടോ. ചിലപ്പോൾ എല്ലാവർക്കും ഇതേ കാരണം കൊണ്ട് മാത്രമല്ല, ചിലപ്പം മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. ഇത് വീഡിയോ കാണുന്ന പലർക്കും മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ടായിരിക്കും. പെട്ടെന്ന് കരച്ചിൽ വരിക, പെട്ടെന്ന് ഒറ്റപ്പെട്ട പോലെ തോന്നുക, ഇമോഷണലി ബ്രോക്കൺ ആയിട്ടിരിക്കുക, പെട്ടെന്ന് മിണ്ടിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് സൈലൻ്റ് ആവുക, മിണ്ടാതിരിക്കുക, അങ്ങനെയുള്ളൊരു മൂഡ് സ്വിങ്സ് എനർജിയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് മൂണെന്ന് പറയുന്നത്. അതുപോലെ വെറുതെ ആങ്സൈറ്റി ഡിസോർഡർ വരിക, അതായത് പെട്ടെന്ന് എന്തിനാണെന്നറിയില്ല വല്ലാത്തൊരു ഭയം വരിക, മനസ്സിലൊരു ഭാരം വരിക, എന്തിനാണെന്നറിയില്ല ടെൻഷൻ ആവുക, അതാണ് ഈ പറഞ്ഞ മൂൺ എനർജി എന്ന് പറയുന്നത്. ദെൻ 6 ഓഫ് സോഡാണ്. ഇതൊരു യാത്രയുടെ കാർഡാണ്. യാത്ര എന്ന് പറയുമ്പോൾ വളരെ സുഖകരമായ സന്തോഷമുള്ള ഭയങ്കര അങ്ങനല്ല, നമ്മൾ മനസ്സിൽ ഭയങ്കര ഹെവിനെസ് വെച്ചുകൊണ്ട് എന്തായിരിക്കും എന്നുള്ളൊരു പേടി കൊണ്ട്, ഇനി എന്താകും എന്നുള്ളൊരു പേടി കൊണ്ടൊക്കെ ഒരു യാത്ര പുറപ്പെടുന്നതാണ്, ഒരു യാത്ര പോകുന്നതാണ്. ചിലപ്പോൾ ഇതിനകത്ത് ഒരു സ്ത്രീയും കുട്ടിയും ഒക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ കുറേ ആളുകളും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളും ഓൾറെഡി നിങ്ങളുടെ ഫാമിലി ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും, അതിൻ്റെ കൂടെ വേറെ കുറേ പ്രശ്നങ്ങളും കൂടി എടുത്തു വെച്ചിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് കുറച്ച് മാനസിക ബുദ്ധിമുട്ടോടുകൂടിയുള്ളൊരു യാത്ര ഉണ്ടെന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ബാധ്യതയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ആ ബാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പെയിൻ എല്ലാം സഹിച്ച് നിങ്ങൾ വിദേശത്തേക്ക് വല്ലതും ജോലി തേടി പോകുന്ന ഒരു എനർജി ആയിരിക്കാം. അതെല്ലാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊരു സമാധാനം തേടി വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചോ ഒക്കെ പോകുന്നതാവാം. ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ ആ വീട് ശരിയല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ വീടിൻ്റെ എനർജി ശരിയല്ലാത്തതുകൊണ്ട് വേറെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതായത് നിങ്ങൾ സന്തോഷമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് സന്തോഷം തേടി മറ്റൊരിടത്തേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഈ കാണുന്നത്. പക്ഷെ പോകുന്നത് വേറെ വലിയ കുറച്ച് വള്ളിക്കെട്ടും കൂടെ കൊണ്ടാണ്. അതാണ് ഈ വാളുകളും കൊണ്ടുള്ള യാത്ര, ദുരിതം കൊണ്ടുള്ള യാത്രയാണ് ഈ 6 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മൂവ്മെൻ്റാണ്, ഒരു യാത്രയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ഇല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സമാധാനം ഉണ്ടാകാനുള്ളൊരു യാത്രയിൽ നിങ്ങളിന്ന് പോകുന്നു എന്നാണ് കാണുന്നത്. അതൊരു നെഗറ്റീവ് കാർഡായിട്ട് കൺസിഡർ ചെയ്യേണ്ട. ഒരു യാത്രയുണ്ട്, അത് കുറച്ച് മാനസിക സമ്മർദ്ദത്തോടു കൂടിയുള്ള യാത്രയായിരിക്കും, എന്നാലും സാരമില്ല, ആ പോകുന്നത് സമാധാനം തേടിയുള്ളൊരു യാത്ര പോലെയാണ് കാണുന്നത്. ദെൻ ഡബിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഈ ഡബിൾ കാർഡ് 2 ദിവസം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡബിൾ കാർഡ് വന്നിരിക്കുന്നത്? ഈ ഡബിൾ കാർഡ് വരുമ്പോഴേ നമ്മൾ ഈ ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുക, നമ്മുടെ നാക്ക് പിഴച്ചിട്ട് പ്രശ്നം ഉണ്ടാവുക, അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടാവും. അതായത് ഈ ഒരുതരം സൈറ്റനിക് എനർജി ഉണ്ടല്ലോ, ഒരു ബ്ലാക്ക് എനർജി നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഹാപ്പി ആയിരിക്കില്ലല്ലോ. അപ്പോൾ അത്തരത്തിലുള്ളൊരു നെഗറ്റിവിറ്റീസ് നമ്മളിലുണ്ടോ എന്ന് നമുക്കൊരു ഭയം തോന്നുകയും അങ്ങനെയൊക്കെ തോന്നുന്നൊരു എനർജിയാണ്. അതുപോലെ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലാത്ത ഒബ്സഷൻ, അഡിക്ഷനൊക്കെ തോന്നുക, ആളോടായിരിക്കാം, പണത്തിനോടായിരിക്കാം, മറ്റു ചില വസ്തുക്കളോടായിരിക്കും, ഇങ്ങനെ അഡിക്ഷനൊക്കെ തോന്നുന്നൊരു എനർജിയാണ്. ഇത് 5 ഓഫ് പെൻറ്റക്കിൾസും എംബറസുമാണ് വന്നിരിക്കുന്നത്. അപ്പം 6 ഓഫ് സോഡാണ് ബോട്ടം, 6 ഓഫ് വാണ്ടാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ കണ്ണ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളെ ആരെങ്കിലും പ്രാകുക, നിങ്ങളെ കണ്ണ് വെച്ചിട്ട് നിങ്ങളുടെ എനർജി ലോസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഇതുണ്ട്, പബ്ലിക് റെക്കഗ്നിഷൻ്റെ കാർഡാണ്. അതായത് നിങ്ങളുടെ ഫെയിം കണ്ടിട്ട്, ഇവിടെയും എംപ്രസ് ആണ് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഫെയിമും അറ്റയറും നിങ്ങളുടെ മൊത്തത്തിലുള്ളൊരു നിങ്ങളുടെ ഒരു അപ്പിയറൻസ് ഉണ്ടല്ലോ, ആ അപ്പിയറൻസ് കണ്ടിട്ട് മറ്റുള്ള ആളുകളുടെ കണ്ണ് വിടുക. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ഫിസിക്കൽ എയിൽമെൻറ്റ്സ് ഉണ്ടാവുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, കണ്ണേറ് പോലുള്ള സാധനങ്ങളാണ്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഏൽക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. അപ്പം ഇന്ന് പോകുമ്പോൾ അത്ര അങ്ങോട്ട് ഒരുങ്ങണ്ട. നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്തിട്ട്, ഒരുങ്ങണ്ടെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഐ ആം ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് എന്ന് പറയുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ എനർജിയെ ഉയർത്തി വെക്കുക. പിന്നെ പ്രൊട്ടക്ഷനുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ഉണ്ടെങ്കിൽ കയ്യിൽ വെക്കുക കേട്ടോ. എനർജി ട്രെയിൻഡ് ആവാൻ സാധ്യതയുണ്ട്. കണ്ണേറ് കിട്ടുന്ന പോലെയാണ്. രാത്രി നിങ്ങൾ എവിടെ പോയാലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പിന്നെ ഒന്നും കൊള്ളൂല എന്നുള്ളതാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് ട്രെയിൻഡ് ആയിരിക്കും, നിങ്ങൾ ഭയങ്കര ഷിവർ ചെയ്യുന്ന അവസ്ഥയുണ്ടല്ലോ. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു പനിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ ആ പനിയിൽ നമുക്കൊരു ഡ്രിപ്പ് ഇടണമെങ്കിൽ നമ്മളിങ്ങനെ തുള്ളപ്പനി വരുന്ന പോലെയാണ്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കണ്ടാൽ അത് അലർജി കൗണ്ട് കൂടുതലാണെന്നായിരിക്കും പറയുന്നത്. പക്ഷേ സംഭവം അതല്ല, കണ്ണേറാണ്. കണ്ണേറല്ലെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ബോഡി പിടിക്കുന്നതാണ്. ഷിവർ ചെയ്യും, ഭയങ്കരമായിട്ട് ഷിവർ ചെയ്യും. നമ്മുടെ അലർജി കൗണ്ട് കൂടുന്നതാണ് ശരിക്കും. സയൻറ്റിഫിക്കലി ഇറ്റ് സേസ് ദ അലർജി കൗണ്ട് ഈസ് വെരി ഹൈ, ബട്ട് സ്റ്റിൽ ദ തിങ് ഈസ് നെഗറ്റീവ് എനർജി ഹാസ് എൻറ്റർഡ് ഇൻ യുവർ ബോഡി. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻ. ദെൻ ഹെർമിറ്റാണ്. അത് നമ്മൾ തന്നെ ഒരു മെൻറ്റർ ആവുക, നമ്മളൊരു മെൻറ്ററിനെ തേടുക എന്നുള്ളൊരു എനർജിയാണ്. അതായത് നമ്മൾ സ്റ്റക്കാണ്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് അവസ്ഥ വന്നതെന്നുള്ളൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കുകയും അതേപോലെ നമ്മൾ
നമ്മുടെ പ്രശ്നത്തിലുള്ള പരിഹാരം മറ്റുള്ളവരോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഒരുതരം സ്റ്റക്ക് എനർജിയാണ്, ഒറ്റപ്പെട്ട പോലെ ഒരു ഫീൽ ഉണ്ടാവുക. അതുപോലെ നമ്മൾ ഒരു സ്റ്റക്ക്നെസ് മാത്രമല്ല, നമുക്കൊരു ഒറ്റപ്പെട്ട ഫീൽ മാത്രമല്ല, നമ്മൾ ഉത്തരം തേടി നമ്മളിലേക്ക് തന്നെ ഉത്തരം നേടി നോക്കുക, അതിന് ഉത്തരം കിട്ടാൻ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുക തുടങ്ങിയുള്ള ഒരു എനർജി കൂടിയൊക്കെ ഹെർമിറ്റ് എനർജിയിൽ വരുന്നുണ്ട്. അതുപോലെ ഇത് സ്പിരിച്വലി നിങ്ങൾ വളരെയധികം ഗ്രോ ചെയ്ത് പോയിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതായത് നിങ്ങളൊരു വലിയ ഉയരത്തിലാണ്, ഒരു ഹിമപർവ്വതത്തിന് മുകളിൽ എത്തുന്ന അത്രയും ഉയരമുള്ളൊരു സോളാണ് നിങ്ങളുടേത്. വളരെ പ്രായമുള്ള സോളാണ് നിങ്ങളുടേത്. ഈവൻ ദോ നിങ്ങൾ എന്ന വ്യക്തി വളരെ ചെറിയ കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു യങ്ങർ എനർജി ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള സോൾ എന്ന് പറയുന്നത് ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ഗ്രോ ചെയ്തിട്ടുള്ള, അതിനൊരു പീക്കിൽ നിന്നൊരു സ്റ്റാഗ്നൻ്റ് ആയി നിൽക്കുന്ന ഒരു എനർജിയിലുള്ളൊരു ആളാണ് നിങ്ങളുടെ സോളെന്ന് ചിലപ്പോൾ എന്ന് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അതാണ് ഈ ഹെർമിറ്റ് എനർജി പറയുന്നത്. സത്യാന്വേഷണം നടത്തുക എന്നാണ്. എന്താണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ നമ്മൾ നമ്മളോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുകയും നമ്മുടെ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയും പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കുകയൊക്കെ ചെയ്യുന്നൊരു എനർജിയാണ് ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത്. ഒരുതരം ഒറ്റപ്പെടലും സ്റ്റക്ക്നെസ്സും ഒക്കെ ഫീൽ ചെയ്യാൻ സാധ്യതയാണ് കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ മൂൺ എനർജി പറയുന്നുണ്ട്, എവിടേക്കോ നിങ്ങൾ ഒറ്റപ്പെട്ട പോലെയും പഴയ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നതായും പഴയ എന്തൊക്കെയോ ഓർമ്മകൾ മനസ്സിലേക്ക് വന്ന് മനസ്സിൻ്റെ ഭാരം തോന്നുകയും ഡിപ്രഷൻ തോന്നുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ഒരു എനർജി വരുന്ന സമയത്ത് ചെയ്യേണ്ടത് ഐ ആം പോസിറ്റീവ്, എനിക്ക് നല്ലത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ളതൊന്നും എനിക്കുള്ള അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്ത് വിടുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ലവേഴ്സിൻ്റെ കാർഡാണ്. ഒരുതരം ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ്. അതായത് ഒരു ഫിസിക്കൽ യൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് യൂണിയൻ്റെ കാർഡാണ്. പാസ്റ്റിൽ, അതായത് മുൻജന്മങ്ങളിൽ ലവേഴ്സ് ആയിരുന്ന ആളുകൾ ഈ ജന്മവും ലവേഴ്സായിട്ട് തന്നെയായിരിക്കും തുടരുന്നത്. അങ്ങനെയുള്ള ആളുകൾ തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കുകയും സെപ്പറേഷനിലായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ കാർഡ്. ഇവിടെ ഒരു സോൾമേറ്റ് റീയൂണിയൻ ആണ് ഈ കാണുന്നത്. സോൾമേറ്റുകൾ തമ്മിൽ റീയൂണിയൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയുടെ കാർഡാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിട്ടാണ് ഈ ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഇടുന്ന എഫേർട്ടിനനുസരിച്ചുള്ള ഒരു റിവാർഡ് നമുക്ക് കിട്ടാനും സാധ്യതയൊക്കെ ഉള്ളൊരു ദിവസമാണ് ലവേഴ്സിൻ്റെ കാർഡ് പറയുന്നത്. ദെൻ സ്റ്റാർ കാർഡാണ്. സ്റ്റാർ എന്ന് പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. അതുപോലെ നിങ്ങൾ എവിടെയാണോ അവിടെ വളരെ ഫെർട്ടൈലായിരിക്കും. ഈ ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ, അവർ വന്നു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും, അവർ ഭയങ്കര ഓളം വെക്കും. അവർ വന്നു കഴിയുമ്പോൾ അവിടെ പ്രത്യേക ഒരു വൈബായിരിക്കും. ചിലപ്പോൾ വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലം പെട്ടെന്ന് അങ്ങ് ക്രൗഡഡ് ആകും, ഭയങ്കരമായിട്ട് ആൾ വരും, അവിടെ ഭയങ്കര ഹാപ്പിനെസ് വരും, ഒരു പ്രത്യേക വൈബ് വരും. അങ്ങനെയുള്ള ആളുകളില്ലേ, ഓളം വെക്കുന്ന ആളുകളെന്നൊക്കെ പറയില്ലേ, അതുപോലൊരു എനർജിയാണ്. അപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നു അവിടെ ഫെർട്ടിലിറ്റിയാണ്, നിങ്ങളെവിടെ ഇരിക്കുന്നു അവിടെ സമാധാനമാണ്. ആ ഒരു എനർജിയാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇത് ഒരു ഹീലിങ്ങിൻ്റെ കാർഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ഹീലിംഗ് പഠിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ടാരോ പഠിക്കുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ മറ്റേതെങ്കിലും ഹീലിംഗ് പ്രോസസ്സുകളിലൂടെ കടന്നു പോകുന്നവരോ ഹീലിംഗ് പഠിക്കുന്നവരോ ആയിരിക്കും. ചിലപ്പോൾ റേക്കിയോ അല്ലെങ്കിൽ പ്രാണിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹീലിംഗ് സെഷൻസിലുള്ള ഏഞ്ചൽ ഹീലിംഗ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ടായിരിക്കും, പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയുള്ള ആളുകൾ സ്വയം നിങ്ങളെയും കൂടി ഹീൽ ചെയ്തുകൊണ്ട് ഗ്രോ ചെയ്യുക എന്നുള്ള കാർഡാണ് ഈ സ്റ്റാർ കാർഡ്. അപ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹീൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. ഇന്ന് എവിടെയെങ്കിലും പോയാൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. പക്ഷേ വളരെ സൂക്ഷിക്കണം, നിങ്ങളുടെ എനർജി സ്ക്വീസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രൊട്ടക്ഷൻ എടുത്തിട്ടേ പുറത്ത് പോകാവുള്ളൂ. ദെൻ ഫോറോസോഡാണ്. ഫോറോസോഡ് എന്ന് പറഞ്ഞാൽ ഒരുതരം മൃതപ്രായരായ മനുഷ്യരാണ്. അത് ചിലപ്പോൾ നമുക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് റെസ്റ്റ് എടുത്തേ പറ്റൂ, നിങ്ങൾ ഇന്ന് ഉറങ്ങിയേ പറ്റൂ, നിങ്ങൾ റെസ്റ്റ് എടുക്കണം. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ തന്നെ മനസ്സുകൊണ്ട് റെസ്റ്റ്, ഇന്ന് ലീവ് എടുക്കാം, ഇന്ന് എനിക്ക് വയ്യ, ഇന്ന് ഞാൻ ലീവാണ്, ഇന്ന് അങ്ങ് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ ശരീരം തന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കും. ബാക്ക് പെയിൻ ആയിട്ടോ, അല്ലെങ്കിൽ കാലുവേദനയായിട്ടോ, നടക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുന്ന പോലെയൊക്കെ നിങ്ങളുടെ ശരീരം തന്നെ പ്രിറ്റൻഡ് ചെയ്യും, എന്നിട്ട് നിങ്ങളെ കൊണ്ട് റെസ്റ്റ് എടുപ്പിക്കും. അങ്ങനെ ഒരു എനർജിയാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങളുടെ ബോഡിക്ക് എന്തോ സാരമായൊരു പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം റെസ്റ്റ് ചെയ്യേണ്ടടുത്ത് റെസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. ഇത് ചിലപ്പോൾ ഈ സർജറിയൊക്കെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന ആളുകളായിരിക്കാം, കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം റെസ്റ്റ് എടുക്കുന്ന അമ്മമാരായിരിക്കാം, അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടെടുക്കുന്ന റെസ്റ്റ് എടുക്കുന്ന ആളുകളായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് ആളുകൾ കിടന്നുകൊണ്ട് ഈ വീഡിയോ ഒക്കെ കാണുന്ന ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇത് എന്നെക്കുറിച്ചാണോ ഈ പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എനർജിയാണ് ഫോർ ഓഫ് സോഡ് എന്ന് പറയുന്നത്. ഈ ഫോർ ഓഫ് സോഡ് ഈ നമ്മുടെ മരണശയ്യയിൽ കിടക്കുന്ന ആളുകളുടെ എനർജിയാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് അങ്ങനെ മരിച്ചു, ആളുകൾ ആരെങ്കിലും മരിച്ചു എന്നൊക്കെ കേൾക്കാനൊക്കെ സാധ്യതയും കൂടെ ഉള്ളൊരു ദിവസമാണ്
ഫോർ ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതുപോലെ വീഴാതിരിക്കാനും ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കാതിരിക്കാനൊക്കെ പരമാവധി ശ്രമിക്കണം. ദെൻ പേജ് ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് പാസ്റ്റിൽ, വീണ്ടും പാസ്റ്റിൻ്റെ കാർഡാണ്. പാസ്റ്റിൽ നിങ്ങൾ ചതിച്ചിട്ട് പോയിട്ടുള്ള എനർജി ആയിരിക്കാം, പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോയ ഇടങ്ങളായിരിക്കാം. ആ ഇടങ്ങളിൽ നിന്ന് അതിനെ ഓർമ്മിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ചിലപ്പോൾ ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പാസ്റ്റിൽ നിങ്ങൾ വീണ് കിടന്ന ആ എനർജി, നിങ്ങൾ ഡിപ്രഷനിലൂടെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ചായിരിക്കും, ഡിപ്രഷനിലൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ ദിവസങ്ങളെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പെയിൻഫുൾ ആയിരുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ചായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ഓർക്കുകയും വീണ്ടും അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളൊരു പുതിയ പാഠം പഠിക്കാൻ പോകുന്നതായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ ചേരാനായിട്ട് തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങൾ പണ്ട് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ട് ഇപ്പോൾ അത് വേണോ വേണ്ടോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് എടുക്കാം എന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു പാസ്റ്റിലത്തെ കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഇന്ന് ഒന്ന് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണോ വീണ് പോയത്, അതൊരു ഇമോഷണൽ ട്രോമ കൊണ്ടാണെങ്കിൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക, നിങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ബോട്ടം വന്നിരിക്കുന്ന 8 ഓഫ് കപ്പാണ്, നിങ്ങളുടെ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ മാക്സിമം മാറി നിൽക്കാൻ ശ്രമിക്കുക. ആ ആളുകൾ നിങ്ങളുടെ എനർജിയെ വലിച്ചെടുക്കും. നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ നിങ്ങളെ പുറകോട്ടാണ് പിടിക്കുന്നത്. ആ ആളുകളെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. അവരെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പ്രപഞ്ചം തന്നെ നിങ്ങളെ മാറ്റിവിട്ടിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക, നിങ്ങൾ ആ ആളുകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. ഈ പേജ് ഓഫ് സോഡ് പറയുന്നത് പാസ്റ്റിലത്തെ കാര്യങ്ങൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾ ഇനി വരുന്ന ട്രോമാസിനെ നിങ്ങൾ എതിർക്കാൻ ശീലിക്കുകയുള്ളൂ. ലാസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ പണം വരുന്നു എന്നാണ്. പണം അതായത് പതുക്കെ പണം, പതുക്കെ സ്റ്റെബിലിറ്റി, പതുക്കെ ട്രസ്റ്റ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ നിങ്ങളിൽ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് ആരെങ്കിലുമൊക്കെ എങ്കിൽ അവർക്ക് വീണ്ടും ട്രസ്റ്റ് വരുന്നു, അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. പണം നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് പണം തിരിച്ചു വരുന്നു എന്നാണ്. അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ആളുകളാണെങ്കിൽ വിശ്വാസം തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ഇത് വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊരു വ്യക്തിയായിരിക്കും, വളരെ നിങ്ങൾ വില വെച്ചിരുന്നൊരു മനുഷ്യൻ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അയാൾ തിരിച്ചു വരുന്നതായിരിക്കാം. പണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പണം തിരിച്ചു വരുന്നതായിരിക്കാം. കിട്ടില്ല എന്ന് വിചാരിച്ച പണം തിരിച്ചു വരുന്നതായിരിക്കാം. കിട്ടാനുണ്ടായിരുന്ന ശമ്പളം കുടിശ്ശിക ഉൾപ്പെടെ തിരിച്ചു കിട്ടുന്നതായിരിക്കാം. എന്തോ പണമായിരിക്കും, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനമായിരിക്കും. നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും തിരിച്ചു കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത്. നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് ഇതാണ്: ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയിരിക്കാൻ ശ്രമിക്കുക, ഇമോഷണലി ഒരുപാട് അഡിക്റ്റഡ് ആകാതിരിക്കാൻ ശ്രമിക്കുക, ഇമോഷണലി അധികം ആരോടും കണക്റ്റഡ് ആവാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ വീണ്ടും പഴയത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇവിടെ പറഞ്ഞ പേജ് ഓഫ് സോഡും ഇവിടെ വന്ന 7 ഓഫ് സോഡും പറയുന്നത്. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇമോഷണലി ആളുകളുമായിട്ട് കണക്ഷൻ വിച്ഛേദിക്കുക. എന്നാലാണ് അവർ നിങ്ങളെ ചീത്ത വിളിക്കുകയോ ബ്ലെയിം ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാതിരിക്കത്തുള്ളൂ. നമ്മളൊരാളോട് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുമ്പോഴാണ് അവർ പറയുന്ന കൊച്ചു വാക്കുകൾ പോലും നമ്മളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മനസ്സുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യർക്കിടയിലെ വാക്കുകൾ പോലും ആവശ്യമില്ല. നമ്മൾ ഭയങ്കര പ്രണയത്തിലിരിക്കുന്ന 2 മനുഷ്യർക്ക് ഭാഷയെ ആവശ്യമില്ല. ആംഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടോ പോലും അവർക്ക് മനസ്സ് വായിക്കാൻ പറ്റും. പക്ഷേ മനസ്സുകൊണ്ട് വളരെ അകലെയുള്ള ആളുകൾ അടുത്ത് നിന്നിട്ട് ഒച്ചത്തിൽ സംസാരിക്കും. കാരണം അവിടെ ഹൃദയങ്ങൾ തമ്മിൽ വളരെ അകലെയാണെന്നാണ് പറയുന്നത്. അപ്പം അതൊക്കെ സംഭവിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളിന്ന് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് നിന്ന് കാര്യങ്ങളെ കാണാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇന്ന് കുറച്ച് പെയിൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ശ്രദ്ധിച്ച് നിൽക്കണം. മറ്റുള്ള ആളുകളോട് ഇമോഷണലി കണക്റ്റഡ് ആവാൻ പോകരുത്. അവർ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പാകപ്പെടുത്തുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് കൂടെ ചെയ്യണം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.